മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രധാനമായും 3 വിഷയങ്ങളിൽ നിന്ന് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം സിൽവർ ലൈൻ തന്നെയാണ്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മന്ത്രിസഭ എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയിട്ടുണ്ട്. മൂന്നാമത്തേത് പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനം ഈ സിൽവർ ലൈൻ പദ്ധതി തന്നെയാണ്. പദ്ധതി അവസാനിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് പുതിയ ഗവൺമെന്റ് കടന്നിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയിരങ്ങൾക്ക് അത് ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം കേരളത്തിലുടനീളം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേരള വിരുദ്ധ സമരം ശക്തമായ കോട്ടയം മാടപ്പള്ളിയിൽ നിന്ന് ടോബി ജോൺസൺ നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട്. ടോബി, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായൊരു തീരുമാനമായിരിക്കും. കാരണം ഇപ്പോഴിതാ ഇങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു, ഈ സംഭവം റദ്ദാക്കിക്കൊണ്ടുള്ളത്. അതുപോലെ തന്നെ ഈ മഞ്ഞ കുറ്റികൾ പിഴുതെറിയണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം? തീർച്ചയായിട്ടും ഈ കേരളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു വലിയ പ്രക്ഷോഭം നടന്നത് ഈ മാടപ്പള്ളിയിൽ തന്നെയാണ്. ചങ്ങനാശ്ശേരിയിൽ നമ്മൾ കണ്ടതാണ്. അന്ന് സ്ത്രീകളെ അടക്കം ലാത്തിചാർജ് ചെയ്യുന്ന പോലീസിനെ നമ്മൾ കണ്ടു. അവരുടെ വീട്ടിനുള്ളിൽ കുറ്റിയിടാൻ വന്നപ്പോൾ അത് തടയുന്ന കാഴ്ച കണ്ടു. വലിയൊരു ആശങ്കയായിരുന്നു 2022 മാർച്ച് മാസത്തിലുണ്ടായത്. എന്തായാലും അന്ന് മുതൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് ഈ സമരം, ഒരു അനിശ്ചിതകാല സമരം തുടങ്ങിയത്. 1490 ദിവസം എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം വരുന്നത്. വലിയ സന്തോഷം തന്നെയുണ്ട്. നമ്മളോടൊപ്പം നിയുക്ത MLA, ചങ്ങനാശ്ശേരി MLA വിനു ജോബ് തന്നെ വരുന്നുണ്ട്. ചേട്ടാ, എത്രത്തോളം സന്തോഷമുണ്ട്? ഒത്തിരി സന്തോഷമുണ്ട്. ഈ ജനങ്ങളുടെ എല്ലാം മുഖം കണ്ടില്ലേ, ചിരിക്കുന്ന മുഖം കണ്ടി, ഈ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സന്തോഷമാണ്. തീർച്ചയായിട്ടും 1400 ദിവസമായിരുന്നു. 1400 ദിവസം ആശങ്കയായിരുന്നു. അതെ. ഇവിടെ നടന്നത് വലിയൊരു പ്രശ്നം. കാരണം അന്ന് സ്ത്രീകളെ അടക്കം ഈ തെരുവിലാണ് പോലീസ് ലാത്തിചാർജ് ചെയ്തത്. അതൊക്കെ വലിയ ചർച്ചയായതാണ്. അതെങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടിലെല്ലാം ഒരു നീറുന്ന ഓർമ്മകളായിട്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം ഓർക്കുക, കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുടെയും വീടുമായിട്ടും പുരയിടമായിട്ടും ബന്ധപ്പെട്ട ഈ ഒരു സമരം തീർച്ചയായിട്ടും ജനാധിപത്യ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ ജനങ്ങളുടെ ഹിതം എന്താണോ അതനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ മാടപ്പള്ളി ഈ ഒരു പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ വന്നപ്പോൾ MLA നിയമസഭാ ഇലക്ഷൻ വന്നപ്പോഴേക്കും എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ പോയിന്റിലും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം നിയമസഭ ഉന്നയിക്കുന്ന വിഷയം ഇതായിരിക്കുമെന്നും ഞാൻ വാക്കുകൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 3500-4000 വോട്ടിന് എനിക്ക് ഈ മാടപ്പള്ളിയിലെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തത്. അതാണ് MLAയുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ സമരസമിതിയുടെ കാര്യം കൂടി പറയണം. കാരണം ഈ 1490 ദിവസം സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അതും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ആളുകൾ വന്ന് സമരം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പല സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഈ സമരത്തിൽ നിന്ന് പിന്മാറാതെ ഈ ഒരു ടെന്റ് കെട്ടി, ഇവിടെ ഒരു ഷെഡ് കെട്ടി അവിടെ സമരം നടത്തുകയായിരുന്നു ഇവർ. 1400 ദിവസം, ഈ 1490 ദിവസം. എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു ആവശ്യത്തിന്, ഈ ഒരു തീരുമാനത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്തത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു സഹന സമരമാണ് കേരളത്തിൽ നടത്തിയത്. ഈ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന, കേരളത്തെ രണ്ടായി കീറി മുറിക്കുന്ന, കേരളത്തിൻ്റെ കുടിയൊഴിപ്പിക്കൽ, 2 ലക്ഷത്തോളം ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന ഈ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരസമിതി സമരം നടത്തിയത്. 6 വർഷക്കാലം നടത്തിയ സഹന സമരത്തിന് ഒരു തീരുമാനമുണ്ടായി. ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്. ഈ സമരപന്തല് നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടണം. പരിചയപ്പെടുകയല്ല, അദ്ദേഹത്തെ വീണ്ടും ഒന്നുകൂടി കാണിക്കണം. റോസ്ലിൻ ചേച്ചി, അതുപോലെ തന്നെ മകളും. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 1-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഈ മകളുടെ മുന്നിൽ വെച്ചാണ് ലാത്തിചാർജ് നടന്നപ്പോൾ റോസ്ലിനെ റോട്ടിൽ കൂടി പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. ആ കാഴ്ച നമ്മൾ കണ്ടത് അന്നത്തെ ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള സങ്കടം തോന്നുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. ഇപ്പോൾ അന്ന് തെരുവിലിറങ്ങാൻ കാരണം സ്വന്തം പുരയിടം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയത്തിലായിരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഞങ്ങൾക്ക് സ്വർഗം തിരിച്ചു, ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഭവനങ്ങൾ. എനിക്ക് മാത്രമല്ല, 400ഓളം പരം വീടുകളാണ് ഇവിടുന്ന് പോയത്. ആ 400-ൽ അവിടെ ഉണ്ടായിരുന്ന കുടുംബം, ഒരു കുടുംബത്തെ ചിലപ്പോൾ 2-3, ഒരു ഭവനത്തിൽ 2-3 കുടുംബമാണ്. അവരെല്ലാവരും ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇത്. ദൈവം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളെ വെല്ലുവിളിച്ച, ഞങ്ങളെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായി തളർത്തിയ ഒരു സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയും UDFന്റെ വൻ വിജയവും ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റാണ്, MLA ആണ് ആന്റണി കുന്നുംപുറം. മോള് അന്ന് ഒരുപാട് സന്തോഷമായോ?
സന്തോഷമാണോ? സന്തോഷം, ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ കേസൊക്കെ പിൻവലിച്ചല്ലോ. കേസുണ്ടായിരുന്നു അല്ലേ? ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതായിരുന്നു ഈ പദ്ധതി പിൻവലിക്കുക എന്നുള്ളതൊപ്പം തന്നെ ഇവർക്കെതിരെ എല്ലാം ഈ ഒരു വീട്ടമ്മയാണ്. ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് ബിൻസി ബിനോയ്. ചേച്ചിക്കെതിരെ കേസുണ്ട്? ഉണ്ട്, എൻ്റെ കേസുണ്ട്. എനിക്ക് 2 സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ബ്രസ്റ്റിനും ഉണ്ടായിരുന്നു, ഏണിനും ഉണ്ടായിരുന്നു. ഇത് വെച്ചോണ്ടാണ് ഞാൻ ഇതിന് പോയത്, കേസിന് പോയതും എല്ലാവേ. എനിക്ക് പക്ഷെ എന്നെ ഇതേ പിടിച്ച് അമ്മക്ക് വട്ടം അമ്മക്ക് ഇതേ പ്രതിഷേധം നടന്നപ്പോഴത്തേനും ചുറ്റിനും എന്നെ ഇങ്ങനെ പിടിച്ച് അമ്മക്കിട്ട് പോലീസുകാരോ വരുന്നു. നല്ല ശരിക്കും ഞങ്ങൾ ഇടിയൊക്കെ കിട്ടി. പക്ഷെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് കേസ് മാത്രം വന്നില്ല. കോട്ടയം മാടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രതികരണമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അവിടുത്തെ സമരസമിതി പ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു. UDF സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ജനങ്ങളെല്ലാം തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.